ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ വിലയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ നിസ്കാരം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ദിക്ർ ഒരാൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതോടുകൂടെ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു യദ്ഖുലു മിൻഹാ ശാഅ ആ 8 കവാടത്തിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ആൾക്ക് കടന്നു പോകാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, വുദൂഇ 2 ഷഹാദത്തുകൾക്കിടയിലാണ്, നിസ്കാരം 2 ഷഹാദത്ത്, നിസ്കാരം ഷഹാദത്ത് ഈ ഷഹാദത്തിനിടയിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടോ ഒരാൾ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു, അതിന്റെ പര്യവസാനവും ഷഹാദത്താണ്. അതും ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരാൾ അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ വചനമുണ്ടല്ലോ അഫ്ളൽ ദിക്ർ, മഹാനായ ഇമാം മഹാനായ ഇബ്നു മാജ തങ്ങളും നസായി തങ്ങളും ഇമാം ഹാക്കിം തങ്ങളും ഒക്കെ ഉദ്ധരിച്ച ഹദീസൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. മഹാനവറുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി ഖാല പറഞ്ഞു അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ഇമാമമാർ നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹും തഹ്മീദുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അഫ്ളൽ ദിക്ർ എന്ന് പറയുന്നത്. അത് ഹദീസിൽ വന്ന പദമാണത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു, എന്നിട്ട് അതിന് ശേഷം റബ്ബിലേക്ക് കൈയുയർത്തിയാൽ അയാൾ എഴുന്നേറ്റ് പോകുന്ന രംഗമെങ്ങനെയാണ്? നിസ്കരിക്കാൻ വേണ്ടി വന്നു, ഷഹാദത്ത് കൊണ്ട് തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. അയാൾ എഴുന്നേറ്റ് പോകുന്ന രംഗം എങ്ങനെയാണ്? മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച കാര്യം ഒന്ന് പഠിപ്പിക്കുകയാണ്. യാ റബ്ബു അല്ലാഹുവേ മാ ജസാഉ മൻ ഹല്ലന മുഖ്ലിസൻ മിൻ ഖൽബി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ പ്രതിഫലം എന്താണ്? ഖാല മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ് അൻയകൂന കയൗമി വലദതുഹു ഉമ്മഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുന്ന ഒരാൾ, 1 തവണ ചൊല്ലുന്ന ഒരാൾ അയാളുടെ അവസ്ഥ എന്താണ്? കയൗമി വലദതുഹു ഉമ്മഹാ, ഉമ്മ പ്രസവിച്ച ദിവസം എങ്ങനെ പാപത്തിൽ നിന്ന് ശുദ്ധനായിരുന്നോ അതേപോലെ അയാൾ ശുദ്ധനാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇരിക്കരുത് എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്നത്? നിസ്കരിച്ചാൽ എന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്, എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അവ്വല ദിക്ർ നിസ്കരിച്ചിരുന്നിട്ട് തസ്ബീഹ് ചൊല്ലി, തഹ്മീദ് ചൊല്ലി, തക്ബീർ ചൊല്ലി 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അല്ലാഹു നരകത്തിലിടുമെന്ന് പറയുന്നത് എന്തുമാത്രം അപരാധമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുന്ന സഹോദരാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനം നിസ്കരിച്ചിരുന്ന അതേ പായിലിരുന്ന് 10 വട്ടം ചൊല്ലിയാൽ അവരെ മുഴുവൻ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്ന നിന്റെ സിദ്ധാന്തം മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന സിദ്ധാന്തമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ പാപത്തിൽ നിന്ന് ശുദ്ധനാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. 7 വയസ്സാകുമ്പോൾ അവന്റെ നിസ്കാരം തുടങ്ങുകയായി. നിങ്ങൾ ചിന്തിക്കണം, പിന്നെ ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ ബാങ്ക്, 5 സമയങ്ങളിലുള്ള ഇഖാമത്ത്. ഇത്ര തഹ്ലീലാണ് ഒരു ദിവസം അവൻ ചെയ്യുന്നത്, ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പോലും നിനച്ചിരിക്കാതെ വിചാരിക്കാതെ അല്ലാഹുവിനോട് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. 5 നേരങ്ങളിൽ ബാങ്കിൽ തന്നെ എത്രയായി? 3ആയി. ഇഖാമത്തിലായി 2, അതിൽ തന്നെ 5, നിസ്കാരത്തിൽ 1 6, പിന്നെ ദിക്റിന് ശേഷം 1 7, പിന്നെ 10 17, ഓരോ വക്തിലും 17 ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ എത്രയായി? അവസാനിക്കുന്നില്ല.